ഞാൻ ജനിച്ച് വളർന്നത് മലപ്പുറം ജില്ലയിൽ. ഇന്ന് മലപ്പുറം ജില്ലയാണ്. ഞാൻ ജനിക്കുന്ന കാലത്ത് മലപ്പുറം ജില്ല തന്നെയല്ല. അന്ന് കോഴിക്കോട്, മലപ്പുറം, വയനാട് മൂന്നും കൂടി ഒരു ജില്ലയാണ്. പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ല തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അന്നത്തെ കോഴിക്കോട് ജില്ല, ആ ജില്ലയിൽ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ ചാലിയാറിൻ്റെ വക്കത്താണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തൊട്ടടുത്ത് തന്നെ പുഴ. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പൊതുവേ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വളരെ വിഷമിക്കുന്ന ഒരു കാലമാണ്. ഞങ്ങൾ വലിയ മെച്ചമല്ല. പക്ഷേ എൻ്റെ വാപ്പ മാഷായിരുന്നു. കുറച്ചൊരു മെച്ചമെന്ന് പറയാം. എന്നാലും ഞങ്ങളും പാവങ്ങളായിരുന്നു. അന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ആലോചിക്കാൻ പോലും കഴിയില്ല. പലപ്പോഴും പല വീടുകളിലും പട്ടിണിയായിരുന്നു. ഈ ചോറെന്ന് പറയുന്നത് വിശേഷാൽ ദിവസം മാത്രമേ ചോറുണ്ടാക്കൂ. അല്ലാത്ത ദിവസങ്ങൾ കഞ്ഞിയാണ്. കഞ്ഞി തന്നെ ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരു കഞ്ഞി നിന്നാകുന്നില്ലാതെ അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ അതിലൊരു സംഗതി ഞാൻ എൻ്റെ കാര്യം കൂടി പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് നേര് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പട്ടിണി കിടന്ന ഒരാളാണ്. എനിക്ക് പട്ടിണി എന്തെന്ന് അറിയാമായിരുന്നു. വലിയ പട്ടിണിയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിൽ മറ്റാളുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. എൻ്റെ വാപ്പ മാഷായതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വരുമാനം ഉണ്ടായിരുന്നു. എൻ്റെ വാപ്പ ദൂരമാണ് ജോലി ചെയ്തിരുന്നത്. ദൂരമെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ. ഇപ്പോൾ ദൂരമൊന്നുമില്ല. അത് അവിടെ മാഷായിരുന്നു. അപ്പം വൈകുന്നേരം അവിടെ നിന്ന് നടന്നു വരികയെന്ന് വെച്ചാൽ ഒരു മലേൻ്റെ മുകളിൽ ചൂട്ടൊക്കെ വീശിയിട്ട് എൻ്റെ വാപ്പ വരിക. അപ്പോൾ വാപ്പ വരുന്ന സമയത്ത് കയ്യിൽ പണം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം, അങ്ങനത്തെ ആ ഭക്ഷണമൊക്കെ പ്രതീക്ഷിച്ച് വാപ്പിൻ്റെ വരവും കാത്തുനിന്നൊരു കാലമുണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം രാത്രി ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ തളർന്നുറങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളെപ്പറ്റി മാത്രമല്ല, നാട്ടിലൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഈ പന ഉണ്ട്. പന ഈ മുറിച്ചാൽ പന ഇങ്ങനെ നമുക്ക് ഷീറ്റായിട്ട് എടുക്കാം. അത് കുഴച്ചാൽ അതിന് പൊടി ഉണ്ടാവും. ആ പൊടി കഞ്ഞിയാക്കി കുടിക്കുന്ന ഒരു പന എങ്ങാനും ഒരു സ്ഥലത്ത് പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ പാവങ്ങളൊക്കെ പോയിട്ട് നിൽക്കും. ഇന്നിപ്പോൾ ഞാൻ വേറെ ചക്ക ഉണ്ടല്ലോ, നമ്മുടെ ചക്ക ഇന്ന് കൊഴിഞ്ഞു വീണാൽ എടുക്കാൻ ആളില്ലല്ലോ. പണ്ടൊരു ചക്ക കട്ട് ചെയ്തിട്ട് അതിനൊരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലത്താണ് ഞാനും ജനിച്ചത്. എൻ്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ദാരിദ്ര്യം അറിഞ്ഞവരാണ്. പിന്നെ ആ ഒരു സാഹചര്യത്തിന് ചില നന്മയുണ്ടായിരുന്നു. ഇന്നത്തെ ഈ സുഭിക്ഷത ഉണ്ടല്ലോ, ആ സുഭിക്ഷത അന്നില്ലെങ്കിൽ തന്നെയും അന്നത്തെ ആ ഭക്ഷണത്തിൻ്റെ രുചിയും അന്നത്തെ ആ ചുറ്റുപാടും അന്നത്തെ എന്താ പറയുക ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സ്നേഹം. ഒരു ഉദാഹരണം ഞാൻ പറയാം. എല്ലാ വീട്ടിലും തീപ്പെട്ടിയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ വീട്ടിലും മറ്റ് സൗകര്യങ്ങൾ. അപ്പോൾ എന്തു ചെയ്യും, ഈ വീട്ടിലെ ആൾ അപ്പുറത്ത് പോയിട്ട് ഒരു ചകിരീൻ്റെ ഇതിൽ അവിടുന്ന് കുറച്ച് തീ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അയലക്കത്തുനിന്ന് തീ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരും. ധൈര്യമായിട്ട് ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ലേശം ഉപ്പ് തരാണ്ടോയെന്ന് ചോദിക്കും. അവിടുന്ന് കുറച്ച് ഇവിടെ വന്നിട്ട് മുളകുണ്ടോയെന്ന് ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കാലം. അപ്പോൾ ആ കാലത്തിനൊരു സുഖമുണ്ട്. ഇന്നത്തേനെ അപേക്ഷിച്ച് വളരെ സുഖമുണ്ട്. അപ്പോൾ അതുപോലെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആഘോഷങ്ങളേ ഇല്ല. കാരണം ആഘോഷങ്ങളെന്ന് വെച്ചാൽ ഒന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കും. ഇന്നിപ്പോൾ എല്ലാ ദിവസവും നല്ല ഭക്ഷണമല്ലേ. രണ്ടാമത് പുതിയ ഷർട്ടും തുണിയൊക്കെ കിട്ടുക ആഘോഷത്തിൻ്റെ ഒന്നാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും എത്ര ഡ്രസ്സുണ്ട് എല്ലാവർക്കും. ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് അന്ന് ഈ ടെർലിൻ എന്നുള്ളത് ഇറങ്ങിയ കാലമാണ്. ഇപ്പോൾ ടെർലിനൊക്കെ പോയി. ഒരു ടെർലിൻ ഷർട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ കരഞ്ഞ കാലമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ വലിയൊരു ആഘോഷത്തിനൊക്കെ വലിയൊരു ഇതുണ്ടായിരുന്നു. ആ ആഘോഷം എന്ന് പറഞ്ഞാലും എല്ലാവരും കൂടി ആഘോഷിക്കുക. പെരുന്നാളിനുണ്ട് എല്ലാവരും അങ്ങോട്ടും വരും ഇങ്ങോട്ടും പോകും. അതിൽ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യും. അതിനൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തിനേക്കാളൊക്കെ കുറച്ചുകൂടി ഇതായിരുന്നു. വേറൊരു സംഗതി, ഈ മുസ്ലിം വീടുകളിൽ
അന്ന് ഈ SC/ST വിഭാഗങ്ങൾ അവരെപ്പോഴും ഒരു മുസ്ലിം ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അവരുടെ വീട്ടിലും നമ്മളെ എല്ലാവരുടെ വീടും ഒരേ മാതിരിയായിരിക്കും. അവിടുത്തെ കുട്ടികളോട് ഇവിടുത്തെ വലിയ സ്നേഹമായിരിക്കും നമ്മളെ വീട്ടുകാർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരധികം പുറത്തൊന്നും പോലും നമ്മളെ തന്നെ ചുറ്റുപാടിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ കഴിയും. അങ്ങനെ മിക്കവാറും എല്ലാ വീടുകളിലും എന്തുണ്ട്, അവരൊരു കൂട്ടുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് കുറച്ചൊരു സൗകര്യമുള്ള മുസ്ലിം വീട്ടിലെ, ഇപ്പോൾ ഈ തേങ്ങയൊക്കെ കൂടുതലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടമൊക്കെ ഉള്ള വീട്ടിലെ കാര്യസ്ഥന്മാരെന്നതിന് പറയുക, അതധികം ഹിന്ദുക്കളായിരിക്കും. നായന്മാർ, മേനന്മാർ. അതായത് മുസ്ലിം വീട്ടിലെ കുറച്ച് നിവൃത്തിയുള്ള വീട്ടിൽ, കാരണം കണക്ക് എഴുതാനും, അന്ന് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവല്ലേ, കണക്ക് എഴുതാമെന്നാണ് മാത്രം വിശ്വസ്തർ. പല മുസ്ലിം വീടുകളിലെയും കണക്കെഴുത്തുകാർ, അതായത് കാര്യസ്ഥൻ എന്നാണ് പറയുക. കാര്യസ്ഥൻ ഒന്നുകിൽ നായരായിരിക്കും, അല്ലെങ്കിൽ മേനോൻ, രണ്ടും ഒരു ഇത് തന്നെയാണ്. അവരെ ഭയങ്കര വിശ്വാസം, ഇത് സ്വന്തം മക്കളെക്കാളും വിശ്വാസമായിട്ട് അവരെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു സംഗതി, ആളുകളുടെ സൗഹാർദ്ദം, ഇതൊക്കെ വളരെ വളരെ കൂടുതലുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടി, എൻ്റെ വാപ്പൻ്റെ സൗകര്യം കിട്ടി. പിന്നെ ഞങ്ങൾ 7 ആളായിരുന്നു. എൻ്റെ ഒരു പെങ്ങളും അനുജനും മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ 5 ആളേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിൽ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി ഫാഷൻ ഉള്ളായിരുന്ന, ഫാഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ഫാഷനും അല്ല. എനിക്ക് മുടി കിട്ടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അന്നധികം മുടി കളഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് എന്നെ പഠിപ്പിക്കുന്ന ഒരു ആളുണ്ട്. അയാൾ എന്നെ ഒന്ന് എന്താ പറയുക, തമാശയാക്കാൻ വേണ്ടി ഞാൻ ഈ ഓത്ത് പള്ളി കൂടുതൽ ചെന്ന സമയത്ത്, ദർസ് എന്ന് പറയും അവിടെ ചെന്നത്, എന്നെ ഒരു സ്റ്റൂളുമ്പോൾ കയറ്റി നിർത്തി. അത് ചോദിച്ചു, ഇവിടെ ആട്ടിൻകുട്ടീനെ കിട്ടുമെന്ന് ചോദിച്ചു. എല്ലാം ചെന്ന് ഇവൻ്റെ മുടിയൊന്ന് കളിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചാൽ അങ്ങനെ ഒരു മുടിയൊക്കെ നീട്ടി അങ്ങനെ നടക്കുന്ന ഒരു മാതിരി അങ്ങനെ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജൊക്കെ ഞാൻ കിട്ടായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിന്നെ പഠിക്കുന്ന കാര്യത്തിലും എനിക്ക് കുറച്ചൊരു ഇത് കിട്ടി. കാരണം എൻ്റെ വാപ്പ മാഷായതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ വലിയ ഒരു പ്രോത്സാഹനമുണ്ട്. ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് ഈ സ്കൂൾ പഠിക്കുമ്പോൾ മാഷന്മാർക്ക് ഈ ഫസ്റ്റ് എയ്ഡ് പഠിക്കണം. അപ്പം എന്നെ വെച്ചിട്ട് അതിൻ്റെ വാപ്പ അതിൻ്റെ ട്രയൽ നടത്തുക. കൈ മുറിഞ്ഞാൽ എങ്ങനെ കെട്ടുക, ഇവിടെ കെട്ടി കഴുത്ത് കെട്ടി, അങ്ങനെ ഞാൻ കുറേ നേരം ഇതിന് പോസ് ചെയ്തെന്ന് കൊടുക്കാറുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ എൻ്റെ വാപ്പൻ്റെ അതിൻ്റെ ഇത് ഞാനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ കുറച്ച് അവസരമുണ്ടായി. പഠിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പഠിപ്പ് എന്ന് പറയുന്നത് തന്നെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ SSLCന് അപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. അന്ന് എൻ്റെ ഒരു ജനറേഷനിൽ അവിടെ എത്തുന്ന തന്നെ വലിയ കാര്യം. പിന്നെ എനിക്ക് പിന്നെ കൂടുതൽ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ വാപ്പൻ്റെ ഒരു പ്രത്യേകമായിട്ട്, എൻ്റെ വാപ്പക്ക് അന്ന് എൻ്റെ നാട്ടിലൊന്നും എൻ്റെ വാപ്പൻ്റെ മാതിരി പഠിപ്പുള്ള പഠിപ്പുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വാപ്പ 10ാം ക്ലാസ്സായിരുന്നു. അത് തന്നെ എന്ന് പറയുന്നത് ഞങ്ങളവിടുന്ന് പഠിച്ചതല്ല, മലപ്പുറത്തെ അന്നുള്ളൂ ട്രെയിനിങ് കോളേജ്, അവിടെ പോയി പഠിച്ച ആളാണ് എൻ്റെ വാപ്പ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ മാഷുമാരെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പറയാറുണ്ട്, നല്ല കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നവരെ കണ്ടാൽ പറയും, എനിക്ക് മാഷ് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നുവെച്ചാൽ അന്ന് മാഷുമാരെന്ന് പറഞ്ഞാൽ അങ്ങനെ നിത്യം കുളിച്ച് നല്ല നീറ്റായിട്ട് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ വാപ്പനെ കൊണ്ടുള്ള ആ ഒരു സംഗതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ വളരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഈ തങ്ങന്മാർ അവരോടൊക്കെ എൻ്റെ ഫാദറിന് വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ എൻ്റെ വാപ്പ കുറച്ച് പ്രോഗ്രസ്ഡ് ആയിരുന്നു. നമ്മുടെ സുന്നി വിഭാഗമുണ്ട്, അതിൽ തന്നെ ഉള്ള ആളായിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് കുറച്ചുകൂടി പ്രോഗ്രസ്ഡ് ആയിരുന്നു. പക്ഷേ അതേ സമയത്ത് ഈ പണ്ഡിതന്മാർ അവരോടൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇതുണ്ട്, ഈ സലാത്ത് എന്ന് പറയും, അതിൽ പൈസ ഇടുന്ന പെട്ടിയുണ്ട്. ആ പെട്ടീൻ്റെ ബോർഡ് എൻ്റെ പിതാവ് അന്ന് ഉളി കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. ഉളി എന്ന് പറഞ്ഞാൽ ചെറിയ അതുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. എൻ്റെ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ്. അതേ സമയത്ത് ഭൗതികമായിട്ട് സംഗതിയെ പറ്റിയും ഇതുണ്ട്. അങ്ങനെ അതുകൊണ്ട് എനിക്കെന്ത് കിട്ടി, പഠിക്കാനൊക്കെ കുറച്ച് അവസരങ്ങൾ കിട്ടി.
പക്ഷെ പഠിക്കാനുള്ള ഒരു അവസരത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ എൻ്റെ കാര്യം തന്നെ, ഞാൻ പലപ്പോഴും സ്കൂളിൽ ലേറ്റായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ലേറ്റായതിൻ്റെ ഒരു കാരണം, നമുക്കുള്ള ഡ്രസ്സ്, ആ ഡ്രസ്സ് അലക്കി വേലിമത്ത് വെക്കും, എന്തിന്, ഉണങ്ങാൻ. അത് ഉണങ്ങി കിട്ടാൻ ചിലപ്പോൾ സമയമെടുക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ തേപ്പ് ഇസ്ത്രീ ഒന്ന് ഇത് അങ്ങനെ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് പഠിക്കാനുള്ള ഒരവസരം കിട്ടി. അതുകൊണ്ട് ഞാൻ പഠിച്ചത് എന്ന് പറയുന്നത് LP സ്കൂൾ നാട്ടിൽ തന്നെ പഠിച്ചു. അപ്പോൾ എൻ്റെ വാപ്പ അന്ന് അവിടെ മാഷായിട്ട് വന്നിട്ടില്ല. UP സ്കൂളിൽ അതിൻ്റെ അപ്പുറത്തൊരു കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി. UP സ്കൂള് അവിടെ നടക്കുന്ന സമയത്ത് തന്നെ വാഴക്കാട് ഹൈസ്കൂൾ വന്നപ്പോൾ ആ UP സെക്ഷനോടുകൂടി ഹൈസ്കൂളിൽ വന്നു. വാഴക്കാട് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടി അങ്ങ് വലിപ്പം വെച്ചപ്പോൾ വികൃതിയൊക്കെ കൂടുതലായിരുന്നു, കുറച്ചൊക്കെ ഉഴപ്പാനൊക്കെ തുടങ്ങി. അങ്ങനെ അന്ന് ഈ പ്രത്യേകിച്ച് നമ്മളെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2 പ്രസ്റ്റീജിയസ് സ്കൂളിലായിരുന്നു മലബാറിൽ. ഒന്ന് ചാലിയും ഒന്ന് ഫാറൂഖ് കോളേജ്. ഫാറൂഖ് കോളേജിന് ഹൈസ്കൂളിലായിരുന്നു. എൻ്റെ വാപ്പ ഇതൊക്കെ മനസ്സിലാക്കി. എനിക്ക് കുറച്ച് കുരുത്തക്കേട് ഇവിടെ കൂടുതലാണെന്ന് തോന്നുകയും കളി കൂടുതലാണെന്ന് തോന്നുകയും ചെയ്തപ്പോൾ എന്നെ കൊണ്ടുപോയി നാട് കടത്തി അവിടെ കൊണ്ടുപോയി. നാട് കടത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും നാട് കടത്തില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചാലിയത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമാണ്. അവിടെ ആക്കി. അവർക്കാണെങ്കിൽ ഒരു തുരുത്ത് കൊണ്ടുപോയിട്ടാൽ മതി. കൺവെൻസ് വളരെ കുറവാണ്, കൺവെൻസ് ഇല്ല. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ബോട്ടിൽ പോകണം. ഫറൂഖിൽ വർഷകാലത്ത് ബോട്ടിൽ പോകണം. അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ വേണം 1.5 മണിക്കൂർ. ഇങ്ങോട്ട് വർഷകാലത്താണെങ്കിൽ അത് എവിടെ നിന്നാണ്, ഫറൂഖിൽ നിന്ന് ഇടവണ്ണക്കാണ്. 4 മണിക്കൂറാണ് അത് ഇടവണ്ണയിലെത്താൻ. ആ ബോട്ടിനാണ് പോവുക. അതിനന്ന് ഇന്നത്തെ 25 പൈസ, 25 അന്നത്തെ അതിന് 25 പൈസ സ്റ്റുഡൻസ് ആകുമ്പോൾ എന്തോ അതിൽ 10 പൈസ ഇട്ടുള്ളൂ. അങ്ങനെ പോയിട്ട് ഈ ഹൈസ്കൂൾ വരെ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അതിലുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയല്ല, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാഷന്മാരും കുട്ടികളുമായിട്ട്. മാഷന്മാർക്കൊക്കെ തല്ലുമൊക്കെ ചെയ്യും, പക്ഷേ പല കുട്ടികളും സ്കൂളിൽ അസംബ്ലിയിൽ വരുമ്പോൾ തല ഇറങ്ങി വീണു പോകും. കാരണം ഭക്ഷണമില്ലല്ലോ. മാഷന്മാരെന്ത് ചെയ്യും, കയ്യിൽ നിന്നുള്ള ക്യാഷ് കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കും. അങ്ങനെ എത്രയോ സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില മാഷന്മാർ അന്ന് ഈ 10ാം ക്ലാസ് പാസ്സായി മാഷന്മാരായി വന്നവരുടെ അന്നത്തെ ഇംഗ്ലീഷ് അവർ വളരെ വലിയ അറിവായിരുന്നു അവർക്ക്. ഇന്നിപ്പോൾ നമുക്ക് ഡിഗ്രിയും PG എടുത്തവർക്ക് വരെ അതില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ എനിക്ക് അതുവരെ 10ാം ക്ലാസ് വരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പഠിക്കാൻ, കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നല്ല നിലയിൽ പഠിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്തെ ഇതിൽ മറക്കാൻ കഴിയാത്ത ചില സംഗതികളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ നാട്ടിലധികം സാധുക്കൾക്കൊന്നും ഭൂമി ഉണ്ടായിരുന്നില്ല. ഭൂമി അധികം കോയപ്പത്തൊടി, അവർ വലിയ പണക്കാരാണ്, അവരുടെ ആയിരുന്നു ഭൂമി. അപ്പോൾ ഈ കർഷക തൊഴിലാളികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, സ്ത്രീകൾ. ഇവരെന്ത് ചെയ്യുന്നറിയോ, രാവിലെ വരും, വയലിൻ്റെ വരമ്പത്ത് ഇങ്ങനെ ഇരിക്കും. ഇവരെങ്ങാൻ വിളിച്ച് ജോലിക്ക് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ വിളിക്കില്ല. അപ്പോൾ അന്ന് മടങ്ങിപ്പോകും, കരഞ്ഞൊക്കെ മടങ്ങിപ്പോകും. അവരോട് ചോദിക്കും, ഞങ്ങളൊന്ന് ഇല്ലയെന്ന് പറയും. അവർക്കുണ്ടാവില്ല. അങ്ങനെ ബാക്കിയുള്ളവർ മടങ്ങിപ്പോകും. ജോലി എടുക്കുന്നവരെ സ്ഥിതി അറിയും നിങ്ങൾ. എടുക്കുന്നവർ വൈകുന്നേരം വരെ വയലിൽ ജോലി ചെയ്യും, ഞാറ് നടാനോ മറ്റോ കൊയ്ത്തോ ഒക്കെ. എന്നിട്ട് ഇവരെ ഒരു ഓഫീസുണ്ട് എവിടെ, അതിൻ്റെ കുറേ, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ്. എന്നിട്ട് വൈകുന്നേരം അപ്പോൾ കുടിക്കുമല്ലോ, നേരെ പോയി അവിടുന്ന് എന്ത് കിട്ടും, അവിടുന്ന് ഇത് കൂലിയായിട്ട് നെല്ല് എന്തെങ്കിലും കൊടുക്കും. ആ നെല്ല് പോരുന്ന വഴിയില്ല ഒരു ചെറിയ അങ്ങാടിയുണ്ട്, അവിടെ വിൽക്കും. എന്നിട്ട് അരിസാധനം മറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ചില സമയത്ത് എന്തുണ്ട്, ഈ കൂലി വാങ്ങാൻ പോകുന്നിടത്ത് അവർ കൂലി കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. അന്ന് അവരെല്ലാം അങ്ങനെ തന്നെ മടങ്ങി വരും. ജോലിക്ക് ആളെ വിളിക്കാത്തവർ അന്ന് കരഞ്ഞുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു കാലം അത് ഓർക്കാൻ പോലും നമുക്കാർക്കും കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എത്ര സുന്ദരമായിരുന്നു അന്നത്തെ. നമ്മൾ ഈ സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ശരിക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണാൻ അന്നേ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ വേലിപ്പടർപ്പിൽ കുറേ ഇതുണ്ടായിരുന്നു. ഭൂമിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മാങ്ങാപ്പുല്ല് എന്നൊരു സാധനമുണ്ട്. അതെടുത്ത് ഇങ്ങനെ മണത്ത് അത്രയും നല്ല സ്മെല്ലാണ്. അതുപോലെ
ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ പൂക്കളൊക്കെ എങ്ങോട്ട് പോയി. ആ പൂക്കൾ ഇന്നില്ല. ഇന്ന് അങ്ങനത്തെ വേലിപ്പടർപ്പിൻ്റെ പൂക്കളില്ല. പിന്നെ അതുപോലെ ഈ നമുക്ക് ഈ വയറ് കിളക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു താടിയേരി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അതിന് അമ്മാതിരി പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഇതില്ല നമ്മളെ ഈ കോട്ടൺ, ഈ ഉന്നം പരുത്തിയല്ല, ഉന്നം എന്നുള്ള വലിയ മരത്തിന് അതിൻ്റെ പൂക്കൾ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടായിരുന്നു. പലതരം പ്രാണികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഗതി ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നില്ല. അതൊക്കെ അന്ന് സുലഭമായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. തുമ്പികൾ പോലും ശരിക്കും പറഞ്ഞാൽ അന്ന് വയലിലൊക്കെ ഉണ്ടായിരുന്ന തുമ്പികൾ പോലും ഇന്നില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. പിന്നെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മയിൽ ആ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിലുള്ളതും ഇന്ന് എന്നെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഓർമ്മ പുഴയുടെ കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പുഴയെ സ്നേഹിച്ച ഒരാളാണ്. കാരണം ഞങ്ങളുടെ ജീവിതം ആ പുഴയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ വീട്ടിനടുത്തായി പുഴ, വീട്ടിൽ തൊട്ടടുത്താണ്. അവിടെ എന്ന് പറയുന്നത് അന്ന് കുടിക്കുന്ന വെള്ളം പുഴയിൽ നിന്നാണ്, കുളിക്കുന്നത് പുഴയിൽ നിന്നാണ്. ഞങ്ങളെയൊക്കെ ജീവിതകാലത്ത് ഒരു നല്ല സമയം ഞങ്ങളത് ചിലവഴിച്ചതാണ്. അത്രയ്ക്ക് നല്ലതായിരുന്നു പുഴ എന്ന് പറഞ്ഞാൽ. ഞങ്ങളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും സാധനമുണ്ട് കക്കുന്നതിന് വിളിക്കുക. ഈ മാവിൻ്റെ അത് വലിച്ചെറിയും. എന്നിട്ട് എല്ലാ മക്കളും കൂടി മുങ്ങും. എവിടെയാണ് ഇത് വീണ് കിടക്കുന്നത് അത് എടുത്ത് കൊണ്ടുവരുന്ന യോഗ്യനാണ്. അതുപോലെ തന്നെ ഈ ഇതില്ലേ കക്ക പോലത്തെ ഒരു സാധനമുണ്ട്. അത് മണലിൽ പൂവിൻ്റെ അടിയിൽ കിടക്കും. അപ്പോൾ കാലുകൊണ്ട് ഇങ്ങനെ നമ്മൾ തപ്പി പോയാൽ അതെവിടെയും കിടക്കുന്നുണ്ടാവും. അതെടുക്കും. എന്നിട്ട് ഇപ്പുറത്തൊരു ഇത് കെട്ടും, ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയാൽ അത് നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെയുള്ള ആ പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവനായിരുന്നു. ആ പുഴ ഞാൻ പിന്നെ എൻ്റെ സങ്കടം തീർത്ത് ഞാനൊരു നഷ്ടവസന്തത്തിൻ്റെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് എഴുതിയിരുന്നു, ഒരു കുറിപ്പ് ആ നദിയെ പറ്റിയിട്ട്. അങ്ങനത്തെ നദിയുടെ കാര്യം ഞാൻ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അങ്ങനത്തെ ഒരു പുഴ, ആ പുഴയുടെ അന്ന് ഈ വീഡിയോ പോലും ഇല്ല, ഉണ്ടായിരുന്ന എടുത്തുവെക്കായിരുന്നു. അങ്ങനത്തെ ഒരു പുഴയെപ്പറ്റി ഇന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. ഒറ്റ വീട്ടിൽ ബാത്റൂം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പുഴയിൽ പോയി കുളിക്കുക. രാവിലെ ആണെങ്കിൽ സ്ത്രീകൾ എല്ലാം കൂടി കെട്ടി കുളിക്കളവുകൾ 2 സൈഡിലും കുളിക്കളവുകളുണ്ടാവും. അതിൽ സ്ത്രീകൾ വന്ന് അവർ വർത്തമാനം പറയലും ഇതാക്കലൊക്കെ അതിൽ കൂടി തന്നെയാണ്. ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നൊരു വിനോദം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് കുളിക്കാനായിട്ട് ഒരു മറയുണ്ട്. ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, ഞങ്ങളെ നോക്കും. ഞങ്ങളെന്ത് ചെയ്യും, ഈ മറൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നീന്തി പോകും. എന്നിട്ട് ആ മറ ചുറ്റി ഇങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വിരുന്ന് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് സമ്പത്തുള്ള വീട്ടിലതൊക്കെ അവർ ഒരു മൂടിൻ്റെ ഉള്ളിൽ അതിൽ നിൽക്കും. ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം പിന്നെ അങ്ങനെ യാത്ര പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് വലുപ്പം വെച്ചപ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെയൊന്നും ഞങ്ങൾ പ്രസംഗിച്ചൊക്കെ തുടങ്ങിയ കാലത്ത് വീട്ടിൽ നിന്ന് 5-6 നാഴിക അപ്പുറത്ത് ഈ വഞ്ചിയിൽ പോയിട്ട് അതിൽ കിടന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഉറങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. പല ജാതി വഞ്ചിക്കാരുണ്ടായിരുന്നു. കാരണം ട്രാൻസ്പോർട്ട് ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർഷിക സമ്പത്തും അതുപോലെ വാഴക്കൊല മറ്റ് സംഗതികളൊക്കെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോണിക്കാരുണ്ട്, അവരെ ഏൽപ്പിക്കും. എന്നിട്ട് കോഴിക്കോട് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വരുന്നവരെന്ത് ചെയ്യും, മടങ്ങി വരുന്ന സമയത്ത് ഓരോ കടവിലും നിർത്തി അവർക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ടൗണിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ പ്രധാന സംഗതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ പുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച സംഗതിയാണ്. ഇന്നില്ല, എന്നൊരാളും പുഴയിൽ പോകുന്നില്ല. അത്ര നല്ല ആ പുഴ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ ഇറങ്ങിയിട്ട് എന്തായാലും കാല് നനച്ചാൽ മതി, ചൊറിയും. പിന്നെ ഈ ബ്രിഡ്ജുമേൽ ഈ പോൾട്രി ഫാമിലെ കുടൽമാല കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് ഇറക്കും. അത് മുഴുവൻ അവിടെ നിന്ന് നാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പുഴ പറ്റ നശിച്ചുപോയി. അതിൻ്റെ ഇടയിൽ മണൽ മാഫിയും കൂടി വന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ പുഴ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു അനുഗ്രഹമായിരുന്ന പുഴ ഇന്നൊരു ശാപമായി മാറുന്ന സ്ഥിതിയിലേക്ക് പോയി. അങ്ങനെയുള്ള ഒരു കാലം. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടും അന്നത്തെ കൃഷിയും അന്നത്തെ ചുറ്റുപാടും മനുഷ്യബന്ധങ്ങളും മറ്റ് സമുദായങ്ങളും നമുക്ക് തമ്മിലുള്ള രോഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പൊളിറ്റിക്സും എന്ന് പറയുന്നതും അത്ര വലിയ അതൊന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നത് പോലും ഈ അധികാരത്തിൻ്റെ ഒരു സംഗതി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഇതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അധികാരിമാർ പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ടായിരുന്നു.
അധികാരിമാർക്കായിരുന്നു എല്ലാ അവകാശം ഉണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ നിയമപരമായിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ ഒരുത്തൻ പറയാണ് എൻ്റെ വയലിൽ വന്നിട്ട് ഇന്നൊരുത്തൻ്റെ കന്നുകാലി അല്ല ആട് പിന്നെ ഇത് പിന്നെ വിള തിന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ചുകൊണ്ടിട്ട് അധികാരിൻ്റെ അവിടെ കെട്ടിക്കളയും. എന്നിട്ട് അധികാരിൻ്റെ അവിടെ നിന്ന് എന്താണ് ഇതിനെ കഴിച്ചു കൊണ്ടുവരും. ഞാനങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലെ ആടിനെ അധികാരിൻ്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ ഒരു അധികാരി ഉണ്ടായിരുന്നു, നല്ല മനുഷ്യൻ, എൻ്റെ ഫാദർ വലിയ ആളായിരുന്നു. നമ്മളെ കണ്ടാൽ സാധനം കഴിച്ചു തരും. പക്ഷേ അധികാരിൻ്റെ അടുത്ത് പോകണം, അധികാരിക്ക് ആലുണ്ട്, അവിടെ ഇതിനെ കെട്ടിയത്, അവിടുന്ന് അതിനെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ മാത്രം സ്കൂളിൽ പോകുന്ന കാലം. ആ കാലമൊക്കെ തരണം ചെയ്ത് ഞാനങ്ങനെ വന്ന് ഭാഗ്യവശാൽ എനിക്ക് കുറച്ചുകൂടി അപ്പുറമൊക്കെ പോയി പഠിക്കാൻ അവസരമുണ്ടായി. അങ്ങനെയാണ് ഞാൻ LP യും UP എല്ലാം കഴിഞ്ഞ് ഹൈസ്കൂളിൽ ചാലിയത്തെത്തുന്നത്. ചാലിയം ഹൈസ്കൂൾ എന്ന് പറയുന്ന അന്ന് വലിയ സ്ഥാപനമാണ്. വലിയ സ്ഥാപനം എന്ന് വെച്ചാൽ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഏറ്റവും നല്ല സ്ഥാപനമാണ്. നമ്മൾ ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പി മാഷൊക്കെ ഉണ്ടല്ലോ, ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പി മാഷൊക്കെ അവിടെ ആയിരുന്നു. എന്നെ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ മേലുള്ള ആൾക്കാരെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ മലബാറിലെ ഏറ്റവും നല്ല അധ്യാപകന്മാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എൻ്റെ ജീവിതത്തെ പിന്നെ മാറ്റിമറിച്ചതിലൊക്കെ ആ ഒരു മത്സരത്തിലെ വിജയം എനിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഒരു കിംവദന്തി പറഞ്ഞു ഞാനിങ്ങനെ ഇടതുപക്ഷ ആശയക്കാരനാണ്. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മുന്നണിയുടെ രൂപം അതാണ്. ഏറനാടിൻ മക്കളെ കേളി കേട്ട പൂക്കളെ ഓളമൊന്ന് വന്നിടുന്നുണ്ടക്കരെ.